എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 64-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ കഥ വിശ്വാമിത്രനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും വിശ്വാമിത്രൻ്റെ തപസ്സിളക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരും അതുപോലെ തന്നെ ദേവേന്ദ്രനും കൂടിയിട്ട് രംഭയെ പറഞ്ഞയച്ചു എന്നാണ്. കഠിനമായിട്ടുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ വിഘ്നങ്ങൾ വിശ്വാമിത്രന് സംഭവിക്കുന്നത്. അപ്പോൾ മേനകയുടെ കാര്യം കഴിഞ്ഞു. മേനകയെ ഉപേക്ഷിച്ചുകൊണ്ടാണ് കഠിനമായിട്ടുള്ള തപസ് ചെയ്തത്. അതിനുശേഷം വീണ്ടും വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ രംഭയെ, മറ്റൊരു അപ്സരസിനെ പറഞ്ഞേക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. സുരകാര്യമിദം രംഭേ കർത്തവ്യം സുമഹത്വയാ ലോഭനം കൗശികസ്യേഹ കാമമോഹസമന്വിതം. ഇന്ദ്രൻ രംഭയെ വിളിച്ചു പറയാണ്, അല്ലയോ രംഭേ, ത്വയാ സുരകാര്യം ഇദം സുമഹത് കർത്തവ്യം. സുമഹത് ഇദം സുരകാര്യം കർത്തവ്യം. അല്ലയോ രംഭേ, നീ ദേവന്മാർക്ക് വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യം, അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു തരേണ്ടതുണ്ട്. അതാണ് സുരകാര്യം ഇദം. സുരന്മാർക്ക് വേണ്ടിയിട്ടാണ്. വിശ്വാമിത്രൻ്റെ കഠിനമായിട്ടുള്ള തപസ് കൊണ്ട് വിശ്വാമിത്രൻ എന്തൊക്കെ നേടണം എന്നാണോ വിചാരിക്കണത് എന്നറിയില്ലല്ലോ. അപ്പോൾ ആ തപശക്തി ഇല്ലാതെയാക്കിയാൽ വിശ്വാമിത്രൻ്റെ എല്ലാ മോഹങ്ങളും അവിടെ അവസാനിക്കും. തപശക്തി കൊണ്ടാണല്ലോ പലതും നേടാൻ ഉദ്ദേശിക്കുന്നത്. തപശക്തി സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ അവരുടെ കൂടെ കഴിഞ്ഞ് അങ്ങനെ തപസ് ചെയ്യാതെ വരുമ്പോൾ ആ തപശക്തി കുറഞ്ഞു പോവും. അങ്ങനെ സ്വാഭാവികമായിട്ട് ഒന്നും നേടാനാവാതെ പോവുകയും ചെയ്യും. അതാണിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇന്ദ്രന് ആവശ്യം. എന്നിട്ട് അതുകൊണ്ടാണ് പറയണത് അത് ദേവന്മാരുടെ ആവശ്യമാണ്. അല്ലയോ രംഭേ, നീ അത് കൃത്യമായിട്ട് ചെയ്തോളണം. എന്താണ് ചെയ്യേണ്ടത്? കൗശികസ്യ കാമമോഹസമന്വിതം ലോഭനം കാര്യം. കൗശികനെ കാമമോഹം ഒക്കെ വർദ്ധിപ്പിക്കുമാറ്, കാമം വർദ്ധിപ്പിക്കുമാറ്, മോഹം വർദ്ധിപ്പിക്കുമാറൊക്കെ പ്രലോഭിപ്പിക്കണം. അതാണ് നീ ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. വിശ്വാമിത്രനെ, കൗശികൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രനാണ്. വിശ്വാമിത്രൻ്റെ തപസ്സിന് ഭംഗം വരുത്തണം. കാമവും മോഹവും ഒക്കെ വർദ്ധിപ്പിച്ചിട്ട് അതിന് നീ അവിടേക്ക് പോകണം എന്നാണ് പറയണത്. തഥോക്താസാപ്സരാ രാമ സഹസ്രാക്ഷേണ ധീമതാ വ്രീഡിതാ പ്രാഞ്ജലിർവാക്യം പ്രത്യുവാച സുരേശ്വരം. ധീമതാ സഹസ്രാക്ഷേണ തഥോക്താ സാപ്സരാ. സാ അപ്സരാ. ധീമാനായിട്ടുള്ള, വളരെ പ്രഗത്ഭനായിട്ടുള്ള, കഴിവുള്ളവനായ അപ്സരസുകളുടെയും ദേവന്മാരുടെയും ഒക്കെ നാഥനായിട്ടുള്ള ആ ദേവേന്ദ്രൻ, സഹസ്രാക്ഷനായിട്ടുള്ള ദേവേന്ദ്രൻ, ദേവേന്ദ്രനാൽ ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ തഥാ ഉക്ത സ അപ്സരാഹ. ഇപ്രകാരം പറയപ്പെട്ടവളായ ആ അപ്സരസ് അവൾ എന്താ ചെയ്തത്? വ്രീഡിതാ സതി. ആകെ വ്രീഡ വന്നവളായിട്ട്. വ്രീഡ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ലജ്ജ എന്നല്ല, പേടിച്ചരണ്ടെന്നൊക്കെ അർത്ഥം. പേടിച്ച് വിവശയായിട്ട് സുരേശ്വരം പ്രാഞ്ജലിഹി വാക്യം പ്രത്യുവാച. കൈകൂപ്പി നിന്നുകൊണ്ട്, പ്രാഞ്ജലിഹി കൈകൂപ്പി നിന്നുകൊണ്ട് സുരേശ്വരനായിട്ടുള്ള ഇന്ദ്രനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? രംഭയുടെ വാക്കുകളാണ്. അയം സുരപതേ ഘോരോ വിശ്വാമിത്രോ മഹാമുനി ക്രോധമുത്സ്ത്രക്ഷ്യതേ ഘോരം മയി ദേവന സംശയ. അല്ലയോ സുരപതേ, അല്ലയോ മഹാനായിട്ടുള്ള ദേവന്മാരുടെ പതിയായിട്ടുള്ള ഇന്ദ്രദേവ, അയം വിശ്വാമിത്ര ഘോര മഹാമുനി. ഈ വിശ്വാമിത്രൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ തപസ്സളക്കണം എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അദ്ദേഹം വളരെ ഘോരനായിട്ടുള്ള, അടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ളൊരു മഹാമുനിയാണ്. ആ മുനിയുടെ അടുത്തേക്ക് ചെല്ലാന്നൊക്കെ പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല. മാത്രമല്ല, ക്രോധം ഉത്സ്ത്രക്ഷ്യത്തെ ഘോരം മയി ദേവ ന സംശയ. അല്ലയോ ദേവേന്ദ്ര, ഇന്ദ്രദേവ, ആ ക്രോധം എന്നിലേക്ക് ശാപരൂപത്തിൽ വന്ന് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്രോധം ഉത്സ്ത്രക്ഷ്യതേ എന്ന് പറഞ്ഞാൽ ക്രോധം ഉയർന്നു പൊങ്ങി ഒഴുകി വരും എന്നർത്ഥം. അതായത് ശാപരൂപേണ വിശ്വാമിത്രന്റെ ശാപം രംഭയിലേക്ക് വരും.
ഘോരമായിട്ടുള്ള ശാപമായിരിക്കും അത്. എന്നിലേക്ക് അത് വരും തീർച്ചയാണ്. അല്ലയോ ഇന്ദ്രദേവ, അതിന് യാതൊരു സംശയവുമില്ല. ദേവ എന്ന സംശയ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് 4-ാമത്തെ ശ്ലോകമാണ്. തതോ ഹി മേ ഭയം ദേവ പ്രസാദം കർത്തുമർഹസി ഏവമുക്തസ്തയാ രാമ സഭയം ഭീതയാ തദാ താമുവാച സഹസ്രാക്ഷോ വേപമാനാം കൃതാഞ്ജലിം. ഇതിൽ 5-ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി കൂടി ചൊല്ലിയാലേ അർത്ഥം കിട്ടുള്ളൂ. അങ്ങനെ ഘോരനായിട്ടുള്ള, ഏറ്റവും ക്രുദ്ധനാവാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത, ക്രോധമായിട്ടുണ്ടെങ്കിൽ അത് ശാപമായി തീരാൻ ഒരു താമസവുമില്ലാത്ത അങ്ങനെയുള്ള വിശ്വാമിത്രന്റെ അടുത്ത് പോയിട്ട് ആ വിശ്വാമിത്രന്റെ തപസ്സിളക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. അതാണ് തതോഹി മേ ഭയം ദേവ, അല്ലയോ ഇന്ദ്രദേവ, തതഹ മേ ഭയം, അദ്ദേഹത്തിൽ നിന്ന്, ആ വിശ്വാമിത്രനെ എനിക്ക് വളരെ ഭയമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ തപസ്സിളക്കാൻ പോവില്ല, എനിക്ക് പേടിയുണ്ട്. പ്രസാദം കർത്തുമർഹസി, എന്നോട് പ്രസാദിക്കണേ, എന്നോട് മുഷിച്ചിൽ തോന്നരുതേ. ഞാൻ വളരെ ഭീതയാണ്. വിശ്വാമിത്രൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ര തീവ്രനായിട്ടുള്ളൊരു ഋഷിയാണ്. അങ്ങനെ വരുമ്പോൾ ശപിച്ച് ഭസ്മമാക്കി കളയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലാക്കി കളയും. എന്നോട് പ്രസാദിക്കണേ എന്ന് പറയാണ്. ഏവം ഉക്തസ്തയാ രാമ സഭയം ഭീതയാ തദാ. ഏവം ഉക്തഃ, ഇപ്രകാരം പറയപ്പെട്ടവനായ ആ ഇന്ദ്രൻ, ആരാൽ? ഭീതയാ സഭയം, ഭീതയാ തയാ സഭയം ഏവം ഉക്തഃ ഇന്ദ്രഃ. അല്ലയോ ശ്രീരാമ, വളരെ പേടിച്ചരണ്ട ഈ രംഭയാൽ ഇപ്രകാരം പറയപ്പെട്ടവനായിട്ടുള്ള ഇന്ദ്രദേവൻ എന്തു ചെയ്തു? താമുവാച സഹസ്രാക്ഷോ വേപമാനാം കൃതാഞ്ജലിം. തൻ്റെ മുമ്പിൽ നിന്ന് പേടിച്ചു വിറച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവളായ വേപമാനാം കൃതാഞ്ജലിം, കൈകൂപ്പി നിന്ന് ഇന്ദ്രനോട് ഇപ്രകാരം സംസാരിക്കുന്നവളായ രംഭയോട് സഹസ്രാക്ഷൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? മാ ഭൈഷീരംഭേ ഭദ്രം തേ കുരുഷ്വ മമ ശാസനം കോകിലോ ഹൃദയഗ്രാഹി മാധവേ രുചിരദ്രുമേ അഹം കന്ദർപ്പസഹിതസ്ഥാസ്യാമി തവ പാർശ്വത. ഹേ രംഭേ, അല്ലയോ രംഭേ, മാ ഭൈഷീഹി, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിൽ ഞാൻ പറയണത് നീ കേട്ടാൽ മതി. നിനക്ക് വേണ്ടത്ര പരിരക്ഷ ഞാൻ തന്നോളാം. ഞാൻ പറയണത് നീ അനുസരിച്ചാൽ മതി, നീ കേട്ടാൽ മതി. അതുകൊണ്ട് മമ ശാസനം, ഞാൻ നിന്നെ ഇതിനായിട്ട് നിയോഗിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എതിർത്ത് പറയാനൊന്നും പറ്റില്ല. നീ അത് കേട്ട് പൊക്കോളൂ, നിന്റെ സഹായത്തിന് ഞാനുണ്ട്. ആരൊക്കെയുണ്ട്? കോകിലോ ഹൃദയഗ്രാഹി മാധവേ രുചിരദ്രുമേ. ഈ മാധവത്തില്, മധുമാസത്തില്, വസന്തകാലത്തില് നല്ല ഭംഗിയുള്ള മരങ്ങൾ, നിറച്ച് പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്ന അങ്ങനെയുള്ള പൂന്തോട്ടം അല്ലെങ്കിൽ വനം, അവിടെ ഇരുന്നിട്ടാവൂലോ, അങ്ങനെയുള്ള വനങ്ങളിലൊക്കെ ഇരുന്നിട്ടാണ് ഋഷിമാർ തപസ് ചെയ്യുക. അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള മരങ്ങളിൽ വസിക്കുന്നവരായിട്ടുള്ള കോകിലങ്ങളൊക്കെ ഹൃദയഗ്രാഹിയായിട്ട് കൂവുന്നുണ്ടല്ലോ. മനസ്സിനെ വശീകരിക്കാൻ എളുപ്പമുള്ള ഒരു കാലമാണ്. സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിക്കാൻ പറ്റിയ ഒരു കാലമാണ്. നല്ല മധുമാസമാണ്. പക്ഷികളുടെ കളകൂജനുണ്ട്, കുയിലുകളുടെ നിനാദം കേൾക്കാനുണ്ട്. ഇതിൽ കൂടുതലൊക്കെ എന്താ വേണ്ടത്? നീ നല്ല സുന്ദരിയായിട്ട് അവിടെ പോയിട്ട് വിശ്വാമിത്രന്റെ മനസ്സ് ആകർഷിക്കൂ എന്നാണ് പറയണത്. ഞാൻ കൂടെയുണ്ട്. അഹം കന്ദർപ്പസഹിത സ്ഥാസ്യാമി തവ പാർശ്വതഃ കന്ദർപ്പസഹിത അഹം സ്ഥാസ്യാമി. നിന്റെ ഒപ്പം തന്നെ, നിന്റെ സഹായത്തിനായിട്ട് കന്ദർപ്പനോട് കൂടിയിട്ട് ഞാൻ ഉണ്ടാവുക തന്നെ ചെയ്യും. കന്ദർപ്പൻ കാമദേവനോട് കൂടിയിട്ട്, അല്ലയോ രംഭേ, നിന്റെ ഒപ്പം തന്നെ ഞങ്ങളുണ്ടാവും. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാണെന്നൊന്നും വിചാരിക്കേണ്ട, വിശ്വാമിത്രന്റെ തപസ് ഇളക്കിക്കോളൂ എന്ന് ഇന്ദ്രൻ രംഭയെ ഉപദേശിക്കുകയാണ്, അങ്ങനെ പറഞ്ഞയക്കുകയാണ്. മാത്രമല്ല, ത്വം ഹി രൂപം ബഹുഗുണം കൃത്വാ പരമഭാസ്വരം തം ഋഷിം കൗശികം ഭദ്രേ ഭേദയസ്വ തപസ്വിനം. എന്നിട്ട് ഇതും കൂടി പറയാണ് ഇന്ദ്രൻ, നീ എന്ത് ചെയ്യണം? ത്വം ഹി രൂപം ബഹുഗുണം കൃത്വാ. ത്വം എന്ന് പറഞ്ഞാൽ നീയെ, അല്ലയോ രംഭേ, നിന്റെ രൂപത്തെ ബഹുഗുണം പരമഭാസ്വരം കൃത്വാ. ബഹുഗുണം, നല്ല ഇപ്പൊ തന്നെ സുന്ദരിയാണ്,
അതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നും കൂടിയും സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ട് ബഹുഗുണം കൃത്വ പരമഭാസ്വരം ബഹുഗുണം കൃത്വ അങ്ങനെ നല്ല സുന്ദരിയായിട്ട് നന്നായി അണിഞ്ഞൊരുങ്ങി സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ട് തം കൗശികം തപസ്വിനം ഋഷിം ഭദ്രേ ഭേദയസ്വ. ആ തപസ് ചെയ്യുന്നവനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയുടെ തപസ് ഭേദിക്കൂ. അതാണ് ഭേദയസ്വ. അതെങ്ങനെങ്കിലും ഇല്ലാതെയാക്കൂ, ഭേദനം ചെയ്യൂ, തപസ്സിന് വിഘ്നം വരുത്തൂ. നീ സുന്ദരിയായിട്ട് അവിടെ ചെന്ന് വിശ്വാമിത്രൻ്റെ തപസ് ഇളക്കണം എന്നാണ് രംഭയോട് ഇന്ദ്രൻ പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. സുരകാര്യമിതം രംഭേ കർത്തവ്യം സുമഹത്വയാ ലോഭനം കൗശികസ്യേഹ കാമമോഹസമന്വിതം തഥോക്താ സാപ്സരാ രാമ സഹസ്രാക്ഷേണ ധീമതാ വ്രീഡിതാ പ്രാഞ്ജലിർവാക്യം പ്രത്യുവാച സുരേശ്വരം അയം സുരപതേ ഘോരോ വിശ്വാമിത്രോ മഹാമുനി ക്രോധമുത്സ്ത്രക്ഷ്യത്തെ ഘോരം മയി ദേവ ന സംശയ തതോ ഹി മേ ഭയം ദേവ പ്രസാദം കർത്തുമർഹസി ഏവമുക്തസ്തയാ രാമ സഭയം ഭീതയാ തദാ താമുവാച സഹസ്രാക്ഷോ വേപമാനാം കൃതാഞ്ജലിം മാ ഭൈഷീരംഭേ ഭദ്രം തേ കുരുഷ്വ മമ ശാസനം കോകിലോ ഹൃദയഗ്രാഹി മാധവേ രുചിരദ്രുമേ അഹം കന്ദർപ്പസഹിതസ്ഥാസ്യാമി തവ പാർശ്വത ത്വം ഹി രൂപം ബഹുഗുണം കൃത്വാ പരമഭാസ്വരം തം ഋഷിം കൗശികം ഭദ്രേ ഭേദയസ്വ തപസ്വിനം. ഇങ്ങനെ ആ ദേവേന്ദ്രൻ്റെ വാക്കുകൾ കേട്ടിട്ട് രംഭ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.